ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ ചിലരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതവന്റെ അധികാരമാണ്. അവൻ ആദരിച്ചവരെ ആദരിക്കുക, അവൻ ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക. അത് അല്ലാഹുവിനോടുള്ള കടപ്പാട് തീർക്കലാണ്. പടച്ചവനെ നമ്മൾ ബഹുമാനിക്കുമ്പോ, പടച്ചവനെ നമ്മൾ സ്നേഹിക്കുമ്പോ, പടച്ചവനെ നമ്മൾ അംഗീകരിക്കുമ്പോ അല്ലാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും അംഗീകാരം വേണം, അംഗീകാരം നൽകണം. അല്ലാഹു കഅബയെ ബഹുമാനിച്ചു, നമ്മൾ കഅബയെ ബഹുമാനിക്കണം. ഇന്നലെയോ മിനിഞ്ഞാന്നോ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ ഒരു മുസല്ല കൊണ്ടുവന്ന് മുന്നിൽ വിരിച്ചു. അതിൽ കഅബയുടെ ചിത്രമുണ്ട്. ഞാനതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന്റെ മേലെ ചവിട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം അത് കഅബയുടെ ചിത്രമാണ്. കഅബ ആദരിക്കപ്പെടേണ്ട വസ്തുവാണ്. ജീവനില്ലാത്തതിന്റെ ചിത്രങ്ങൾ അത് ആദരവുള്ളതിൻ്റെതാണെങ്കിൽ ആദരിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ജീവനുള്ളതിന്റെ ചിത്രങ്ങൾ ബഹുമാനിക്കാൻ പാടില്ല. അത് മറ്റു ചില മതത്തിന്റെ ആചാരമാണ്. ഫോട്ടോ വെച്ച് ബഹുമാനിക്കുക എന്നത് നമുക്കത് പാടില്ല. ഇപ്പൊ എവിടെ ചെന്നാലും ആളുകൾക്ക് ആവശ്യം ഫോട്ടോ ആണ്. ഞാനിപ്പോ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ ഒരാൾ വന്ന് മുന്നിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഇരുന്നിട്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ പരിപാടി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിശദീകരിച്ചു. ആ വിശദീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിനെ സലഫികൾ വിഴുങ്ങുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ഒരു തബ്ലീഗുകാരനാണ് എന്ന് എനിക്ക് തോന്നി. അയാള് തബ്ലീഗ് ജമാഅത്തിനെ സലഫിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാനത് കേട്ടുകൊടുത്തു. അങ്ങനെ അദ്ദേഹം പിന്നീട് പറഞ്ഞു ചില കാര്യങ്ങൾ. അതിലെനിക്ക് അത്ര അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിഷയമായില്ല. ചിലത് അംഗീകരിക്കാൻ പറ്റുന്നതും അയാൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ സുന്നത്ത് ജമാഅത്ത് ഒന്ന് എലാസ്റ്റിക് പോലെ ഒന്ന് വലിച്ച് നീട്ടി വലുതാക്കണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ അതിപ്പോ ഇംഗ്ലീഷിൽ ഒരാൾ ഖുത്ബ ഓതുമ്പോഴേക്ക് ആള് സുന്നിയല്ല എന്ന് പറയരുത് അദ്ദേഹം പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അതുപോലെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ലോകത്തുള്ള മുസ്ലിംകൾ മുഴുവനും 1300ഓളം കൊല്ലം ജുമുഅ നിസ്കരിച്ചിട്ട് അത് എല്ലാ രാജ്യത്തും നിസ്കരിച്ചിട്ട് ഒരൊറ്റ സ്ഥലത്തും അറബിയിലല്ലാതെ ഖുത്ബ ഒരൊറ്റ മുസ്ലിമും നിർവഹിച്ചില്ലല്ലോ. അപ്പോൾ അത് ആലിമീങ്ങളുടെ അതേ മുസ്ലിമീങ്ങളുടെ ഇജ്മാഇന്റെ സ്ഥാനത്തായത് കൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിൽ ഇത്തിബാഇ സലഫി വൽ ഖലഫി മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ, മുൻഗാമികളും പിൻഗാമികളുമായ മുസ്ലിമീങ്ങൾ അവരെ പിന്തുടരൽ നിർബന്ധമാണ്. അതിനെതിരെ ചെയ്താൽ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അറബിയിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞത് നമുക്കൊരു പുതിയത്, അല്ലാഹുവിന്റെ റസൂൽ കാണിക്കാത്തത്, സഹാബത്ത് കാണിക്കാത്തത്, മുൻകാല മുസ്ലിമീങ്ങൾ കാണിക്കാത്തത് കൊണ്ടുവന്നാൽ അത് ബിദ്അത്തല്ലേ? ബിദ്അത്തിന് അംഗീകാരം കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഫിഖ്ഹിന്റെ ചില കിതാബുകളിൽ അതെ ഫർള് അറബിയിലായാൽ പിന്നെ ബാക്കി ലാ യദുറു ബുദ്ധിമുട്ടുണ്ടാക്കൂല എന്ന് ചില കിതാബിലില്ലേ? ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. അവിടുത്തെ ലായദുറിന്റെ അർത്ഥം അത് കർമ്മശാസ്ത്രപരമായ ഒരു ചർച്ചയാ. അതെന്താണ്? ഒരാൾ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അറബിയല്ലാത്ത ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചാൽ ആ സംസാരിക്കുന്നത് മുവാലാത്ത് മുറിയുന്ന വിധത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ഒരു 1.5 മിനിറ്റ് കൂടിയാൽ ആ 1.5 മിനിറ്റിൽ കൂടുതൽ വേറൊരു ഭാഷ കൊണ്ടുവന്നാൽ അതുവരെ ഓതിയ ഖുത്ബ ബാത്തിലാകും.
അപ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അമൽ ബാത്തിലാക്കാൻ പാടില്ല. ഫർളായ അമൽ തുടങ്ങിയിട്ട് ബാത്തിലാക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഹറാമാവും. ഒന്ന്. രണ്ടാമത്തേത് 1.5 മിനിറ്റിൽ കൂടിയാൽ ഖുത്ബ തന്നെ ബാത്തിലാണ്. 1.5 മിനിറ്റ് കുറഞ്ഞ സമയം ഒരാള് അറബിയല്ലാത്ത ഭാഷ സംസാരിച്ചാലോ, അങ്ങനെ സംസാരിക്കുമ്പോൾ അതും പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? അതേ ഫതുഹുൽ മുഈനിൽ വയസ്തറതു കൗനുഹാ അറബിയ്യതൻ, ഖുത്ബ അറബിയിലായിരിക്കൽ നിബന്ധനയാണ് എന്ന് പറയുമ്പോൾ ഖുത്ബയിൽ കുറെ ഭാഗം നല്ല ഖുത്ബ അറബിയിലാകണം എന്നാ പറഞ്ഞു. ഖുത്ബ അറബിയിലാകണം. അപ്പൊ ഖുത്ബയുടെ അർക്കാനുകൾ, ഫർളുകൾ അറബിയിലായാലേ ഫർള് സഹീഹാവുള്ളൂ. അതിന്റെ സുന്നത്തുകൾ അറബിയിലായാലേ സുന്നത്തും സഹീഹാവുകയുള്ളൂ. സഹീഹാകാത്ത വിധം ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ തആതിയൽ ഇബാദാതി അലാ ഖിലാഫി മാ ഉമിറ ബിഹി, അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ 1.5 മിനിറ്റിൽ കുറഞ്ഞ സമയമാണെങ്കിൽ അങ്ങനെ മറ്റൊരു ഭാഷ കൊണ്ടുവരുമ്പോൾ ഹറാം വരും. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ലായദുറു എന്ന് പറഞ്ഞാൽ ഖുത്ബ ബാത്തിലാവൂലാന്നേ അർത്ഥമുള്ളൂ. ഏതുപോലെ നിസ്കാരത്തിന്റെ അവസാനം 2 സലാം വീട്ടൽ ഉണ്ട്. ഒന്നാമത്തെ സലാം ഫർളാണ്, രണ്ടാമത്തെ സലാം സുന്നത്താണ്. എന്നാൽ ഒരാള് ചെറുത്തു ഒക്കാത്ത വിധം രണ്ടാമത്തെ സലാം വീട്ടിയാലോ, ഉദാഹരണത്തിന് ആദ്യത്തെ സലാം വീട്ടുമ്പോ ഒതുണ്ട്, രണ്ടാമത്തെ സലാം വീട്ടുമ്പോ ഒതുമില്ല, എന്നാലോ നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ ആ സലാം വീട്ടൽ ഹറാമാണ്. ഒതുവില്ലാതെ സലാം വീട്ടിയാൽ ഹറാമാണ്. സാധാരണ സലാം വീട്ടുമ്പോൾ ഒതുവണമെന്നില്ല. സലാം പറയുമ്പോ നിസ്കാരത്തിന്റെ ഭാഗമായ, നിസ്കാരത്തിന്റെ സുന്നത്തായ ഈ സലാം പറയൽ, അത് ഒതുവില്ലാതെ ചെയ്യുമ്പോൾ ഹറാമാണ്. ഫതുഹുൽ മുഈനിൽ കാണാം, അത് ഒതുവില്ലാതെ ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ കാണുമ്പോൾ സലാം അലിക്കുന്നവര് അതിന് ഒതുവാണോന്നില്ല. ഇതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ ഖുത്ബയുടെ ഭാഗമായി നിർവഹിക്കപ്പെടുന്ന സുന്നത്ത്, ആ സുന്നത്ത് അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുമ്പോൾ അത് ഹറാമാവും. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ് എന്ന് ഞാൻ വിവരിച്ചു കൊടുത്തു. ഒന്നുകൂടി ഞാൻ പറഞ്ഞു. മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാൽ ഖുത്ബ സഹീഹാകും എന്ന് കിതാബ് പറയില്ല. അപ്പൊ ഒരു ഖതീബ് മുട്ടുപൊക്കലിനിടയിലുള്ള ഒരു തുണി കൊടുത്ത്, പിന്നെ അദ്ദേഹത്തിന്റെ തെതിയൈനിയൊക്കെ കാണിച്ച്, അദ്ദേഹത്തിന്റെ മാറും കാണിച്ച്, അദ്ദേഹത്തിന്റെ തലയും കാണിച്ച്, ചുമരും മറിച്ചില്ല, തലയും മറിച്ചില്ല, ഒന്നും മറിച്ചില്ല, മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രമേ നിർബന്ധമുള്ളൂ സത്റുൽ ഔറത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു തുണി കൊടുത്തിട്ട് മിമ്പർമ കയറിയാല് നിങ്ങൾ ആരും ആ ഖതീബിനെ വെച്ച് പൊറപ്പിക്കോ? അപ്പൊ തന്നെ മിമ്പർമ പിടിച്ചോ. അപ്പൊ ലായദുറു എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞത് ഇപ്പോഴും ചിലർക്ക് അത്തരം വിഷയങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാകാത്തതുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവസാനം അദ്ദേഹം ഇറങ്ങാൻ പോകുമ്പോ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവന് ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ നമ്പർ വേണമെങ്കിൽ വാങ്ങിച്ചോളി എന്ന് പറഞ്ഞു. നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഫോട്ടോ വേണോന്നാ. ഫോട്ടോ അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ എല്ലാവർക്കും ഫോട്ടോ വേണം. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, ഫോട്ടോ ബഹുമാനിച്ചുകൊണ്ട് വെക്കൽ പച്ച ഹറാമാണ്. അത് നമ്മുടെ സ്വന്തം ബാപ്പാന്റെ ഫോട്ടോ ആണെങ്കിലും ചുമരുമല്ലി ബാപ്പാന്റെ ഫോട്ടോ തൂക്കാൻ പാടില്ല. നമ്മുടെ ഉസ്താദിന്റെ തൂക്കാൻ പാടില്ല. ആരും ഫോട്ടോ ബഹുമാനിക്കൽ ഹറാമാണ്. ഫോട്ടോ നിന്ദിക്കുന്ന വിധത്തിലാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടാവില്ല. ചവിട്ടിപ്പോകുന്ന സ്ഥലത്താണ് ഫോട്ടോ ഉള്ളതെങ്കിൽ അത് നിന്ദിക്കുന്ന സ്ഥലത്താണല്ലോ, അതിൽ കുഴപ്പമുണ്ടാവില്ല. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, കുറേ പണ്ഡിതന്മാരെയും തങ്ങന്മാരൊക്കെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഫ്ലക്സിൽ ബോർഡിലാക്കിയിട്ട് ഇങ്ങനെ വെക്കല്. അത് പറ്റാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ വിചാരിക്കും അതിന്റെ മുകളിൽ കാക്കയൊക്കെ വന്ന് കാട്ടിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോ പറ്റുമോന്നറിയില്ല. അല്ലെങ്കിൽ ബഹുമാനിച്ചിട്ടാണെങ്കിൽ ഫോട്ടോ ബഹുമാനിക്കാൻ പാടില്ല. ഏതായിരുന്നാലും ശരി, അത് നമുക്ക് ആ സംസ്കാരം വേണ്ടാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.